തീരുമാനിച്ചതേ ഉള്ളൂ. അതിനും അവരുടെ അനുഗ്രഹം ഉണ്ടാവുകയാണ്. ഇച്ഛാശക്തി, അത് മഹത്തായ ഇച്ഛ വേണം. പിന്നെ അത് എങ്ങനെ നടത്തണം ഒരു ജ്ഞാൻ വേണം. എങ്ങനെ കൂടുതൽ നന്നായി നോക്കാൻ പറ്റും, കൂടുതൽ ഭക്തന്മാരെ പ്രകടിപ്പിക്കാൻ ചെയ്യാൻ പറ്റും. അതൊക്കെ ജ്ഞാനത്തിന്റെ മാർഗമാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. പ്രവർത്തിച്ചിട്ടുള്ളതേ കാര്യപ്പെട്ടുള്ളൂ. കാരണം ഇതായിട്ടുള്ള ഓരോ ആവശ്യക്കാരില്ല നടക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം. അല്ലെ, പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ആള് കുറവായിക്കോട്ടെ, കുഴപ്പമില്ല. അതാണ് ഉണ്ടാകുന്ന ഞങ്ങൾ 11 പേര് വെച്ച് തുടങ്ങി ആ കൃത്യനിഷ്ഠാനം 50-60 പേര് ദിവസം എല്ലാത്തിനും രസം പറയും. ഇനി ലളിതാസഹസ്രനാമം, പിന്നെ അലൈഹിസ്സലാമിന്റെ അഷ്ടോത്തരമില്ലേ, എല്ലാ ദിവസവും ഗീതാ ക്ലാസ്, എല്ലാ ദിവസവും നാരായണീയ ക്ലാസ്, അത് തന്നിട്ടില്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഈ ഒരു ഒന്നിനെ മുതൽ അങ്ങനെ പങ്കുവച്ചു വന്നു. വിജയിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു സ്റ്റാർട്ട് ചെയ്യും. ആദ്യം ഏകാദശിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏകാദശിക്ക് 50 പേരുണ്ടെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും വയ്ക്കാം. കുറച്ചാൾ പോയി കുഴപ്പമില്ല. നമുക്ക് എല്ലാ വ്യാഴാഴ്ചയും അപ്പോൾ കുറച്ച് ആൾക്കാരും ജയിക്കാം. എല്ലാ ദിവസവും ഒരാൾ ടൈമാണ് അല്ലെ, ഒരാളുണ്ടല്ലോ ആ ഒന്ന് നാട്ടിലില്ല. കുറച്ച് നിൽക്കണം, 1-2 ആൾക്കും കഴിയാൻ അവർ കുറേ പേര് ഓരോന്നായാണ്. ഇത്ര പ്രശ്നങ്ങൾ തന്നെ ചെയ്യും. ആദ്യം കൂടി കഴിഞ്ഞിട്ടുണ്ട് വരിക. അത് ആവശ്യമുള്ള വിഷയങ്ങൾ ഈ ഒക്കെ പുറമെ വീട്ടിൽ ശാന്തിയുടെ അന്തരീക്ഷമാണ്. ഈ ഒരു കാര്യം ചെയ്യണം. സമയം കുറവാണ്. ഒരു 200 പേജിന്റെ പുസ്തകം വയ്ക്കും. ഇത് ബന്ധപ്പെട്ടത് ചെയ്യണം. അവിടെ വയ്ക്കാം. വരുന്നവരൊക്കെ ഇൻഡിവിജ്വലായിട്ട് ഇത് കൂട്ടായിട്ട് ചെയ്യുന്ന കാര്യം അത് എത്ര നാമം എഴുതിക്കാം. എല്ലാ ദിവസവും വേറെ വേറെ സമയത്ത് വരുന്ന ആൾക്കാരുണ്ടല്ലോ. അന്ന് തൊഴിലുകൾ ഉപയോഗിക്കുന്ന എത്ര സമയം പറഞ്ഞത് തിരിച്ചു പോകുന്ന സമയത്ത് ആർക്കായി ഇത്ര ആളുകളാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 32 ലക്ഷം ചെറിയൊരു എത്ര ആൾക്കാർ പറയുന്നത് അങ്ങനെയും പറയും. പിന്നെ ഈ ഇവിടെ നന്നാവണം, ഇവിടെ നന്നാക്കാതെ ഞാൻ നന്നാവാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നാമസങ്കീർത്തനം, നാമം ജപിക്കുക വേണ്ട, എവിടെ അനുഭവിക്കാൻ വേണ്ട, ഭഗവാൻ നമുക്കൊന്നും വേണ്ട. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഗസ്റ്റിനോടും പറയാം നാം ആരായി. പിന്നെ ഈ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിനെ സഹായം വേണം. നമ്മുടെ നെയ്യ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല നെയ്യ് വാങ്ങി ശുദ്ധി വാങ്ങി ബോധപൂർവ്വം എഴുതുന്ന എല്ലാം മിക്സനാണ്. എന്നാലും നെയ്യിനെ കുറച്ച് നല്ലതുള്ളൂ. അത് വാങ്ങി 24 മണിക്കൂർ നെയ്യ് കഴിച്ച് ചോദ്യം ഇതിനപ്പുറത്ത് കുറവില്ല. ഇത് തീരാവുന്ന തീർക്കാൻ പറ്റാത്ത പ്രശ്നമില്ല. ഈ നാമം പോലെ തന്നെ തീർക്കാൻ നമ്മൾ നെയ്യ് വാങ്ങിക്കൊടുത്താണ്. നെയ്യ് വാങ്ങി നെയ്യ് പൈസ കൊടുത്താണ്. നമുക്കത് ചെയ്യണം. ഇന്ന് നിന്നോ നാളെ നാളെ ഈ പൂർത്തം നോക്കണോ. ഇത് സർക്കാർ ആവശ്യമില്ലേ, ഇത്രയും നടക്കുള്ളൂ. ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയില്ല. ഇതൊക്കെ തുടങ്ങി വിജയിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായി പറയുന്നത്. അവസാനത്തെ അവസാനിപ്പിക്കാം. അറിയിക്കാവും. ഹരേ രാമാന്റെ ഗ്രൂപ്പ് അറിയുന്നവർക്ക് ഹരേ രാമ ഗ്രൂപ്പിന്റെ പേര് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 മലയാളിക്ക് മാത്രമുള്ള ഗ്രൂപ്പ്. അതിൽ വേറെ ആരും പറയും. മലയാളം അറിയുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. മലയാളം എല്ലാവരും പഠിക്കാൻ അറിയും. ഗ്രൂപ്പ് 2 എല്ലാവരും 32 കോടിയിലാണ്. ഗ്രൂപ്പ് 3 കന്നഡ ഏകദേശം നമ്മുടെ അടുത്തുള്ള സീറ്റിലെ തുളു കന്നഡ അങ്ങനത്തെ ആൾക്കാർ കൂടുതലുണ്ടാവും. അവർക്കൊക്കെ ഹിന്ദിയൊക്കെ അത്യാവശ്യം അറിയാം. നമ്മൾ ബാക്കിയുള്ളവരെ എല്ലാവരും കൂടി ചേർത്തിട്ട് ഗ്രൂപ്പ് 3 ഹിന്ദി അപ്പോൾ അവർക്ക് മലയാളം കുറച്ച് അറിയും. തമിഴന്മാർക്ക് വേണ്ടി മാത്രം ഗ്രൂപ്പ് 4. അവർ തമിഴ് ഇംഗ്ലീഷ് ഇതിൻ്റെ ഒരു ഭാഷയുടെ ചിലവുണ്ട്. ചിമ്യാൻസോട് പറഞ്ഞ മനസ്സിലാണ്. ചിമ്യാൻസോട് നല്ലൊരു
ഒരു പേപ്പർ 5 മിനിറ്റ് വായിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഫേസ്ബുക്കിലല്ല മലയാളം ഇംഗ്ലീഷ് മാത്രമായിട്ട് അതിന് ഫോർവേഡ് അത് തമിഴ്നാട്ടിലൊക്കെ ഇംഗ്ലീഷ് ആയിരുന്നു അതിന് ഫോർവേഡ് മലയാളത്തിൽ ചേർപ്പെടുത്തേ അവിടെ മലയാളം അങ്ങനെ ഹിന്ദിക്കാർക്ക് നല്ല നല്ല വരും, നല്ല നല്ല മഹാത്മാക്കൾ വരുന്നുണ്ട്. അതൊക്കെ കിട്ടിയ ഞാൻ ഹിന്ദി കിട്ടുന്നത് പിന്നെ ഇന്ത്യൻ ഭാരതത്തിന് പുറത്തുള്ള അറിയാന് നിങ്ങൾക്ക് എത്ര പൈസ കണ്ടെത്തലാണ് മറന്നുപോയി. ഇന്ത്യൻ കൾച്ചർ എന്താണെന്ന് അറിയില്ല, അത് എങ്ങനെയൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ഇന്ത്യൻ കൾച്ചറൊക്കെ പഠിപ്പിക്കാൻ ഈ കുട്ടികളെ ഞങ്ങളെക്കൂടെ അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. മാസം മാസം ആരെങ്കിലും ഭാരതത്തിൽ വരണം. അവർക്ക് കുറച്ച് കുട്ടികളെ ചെറുപ്പക്കാരെ മുതലേ അവർക്ക് ഇംഗ്ലീഷ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. നമ്മുടെ സംസ്കാരം എന്താ, സനാതന സംസ്കാരം എന്താ, ഇത് കേട്ടാൽ അവർ സ്വീകരിക്കേണ്ടതാണ്. ഇത് വിവേകാനന്ദ സ്വാമി മുതൽ പഠിക്കാം. അന്ന് പഠിക്കാൻ അന്ന് മാറ്റം ഇത് മാറ്റം ധാരാളം ഭാരതത്തോട് ഭക്തി ഇവർക്കൊക്കെ ഒരു പരീക്ഷാക്കുന്ന ഉദ്ദേശത്തോടുകൂടി ഈ നാമത്തിന്റെ മഹാത്മ്യം പദ്ധതിയെ മനസ്സിലാക്കേണ്ട ഉദ്ദേശത്തോടുകൂടി ഗ്രൂപ്പ് 5 ഒരു ഇംഗ്ലീഷ് ഉണ്ടാവും. അവിടെ സെലക്ട് ചെയ്തപ്പോഴേ നമ്മുടെ അമ്മമാരും ഡോക്ടർ ആര്യാദേവി അവരുടെ ഒരു സ്ത്രീയാണ് ബാംഗ്ലൂരിൽ നിന്ന്. അവർ ഡോക്ടറാണ്, കോളേജിലെ ലെക്ചറാണ്. ആ സ്ത്രീയുടെ കാര്യങ്ങൾ മലേഷ്യയിലെ ഇങ്ങനെ ഒരേ ഉദ്ദേശം വെച്ച് 5 ഗ്രൂപ്പ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഇവിടുന്ന് 30 കോടി ഒരു സംഭാവന ഏകാദശിയെ ഞങ്ങൾ ഇപ്പോൾ ലഭിച്ചു. ഏകാദശി 1-ാം തീയതി ഏകാദശി കഴിഞ്ഞ് പറഞ്ഞാൽ അവിടെ വെച്ച് അവിടെ ജയിച്ചോളും, അത് കിട്ടെ. അതുകൊണ്ട് ഈ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ അവിടെ വന്ന് ജയിച്ചവർ മാത്രമേ വീട്ടിലും ജയിച്ചോളും. അത് കഴിയും വീട്ടിലും ജീവിതത്തിൽ അത് വരാം ഇത് വരാം. അങ്ങനെ ഒരു 32 ലക്ഷമെങ്കിലും നമ്മുടെ സംഭാവനയാണ്. 42 കോടി എല്ലാവർക്കും വലിയാണ് നാമപ്രകാരത്തിന് വേണ്ടി ഒരാൾ വരുന്നല്ലേ. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ബാക്കിയൊക്കെ സഭ അപ്പൊ നാമം ജപിക്കാം, ജപിപ്പിക്കുക. നമ്മളൊരാളെ ആശ്രയിക്കേണ്ടത് മകളെ അച്ഛനും അമ്മയും എന്തുണ്ടാവില്ല കേട്ടോ. എന്ത് കൂട്ടിനെ രാവിലെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര നന്നായി പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുമോ അതുപോലെ പറഞ്ഞോളൂ. അവർ പറയും എന്നെ വാങ്ങി ജയിക്കാതെ വയസ്സുമായിട്ട് 10 വയസ്സ് താഴെ നന്നായി ഇരിക്കുന്നു, കുട്ടികളെ കൊണ്ട് ജയിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു പ്രാക്ടീസ് വരെ ആ കുട്ടികൾ കുറച്ച് വയസ്സ് താഴെ അവിടെ ഗീതാഭ്യാസം നടത്തുന്നു, നാമം ചോദിക്കുന്നു. നമ്മുടെ ഇതേ പേടിക്കരുത്. ചേട്ടൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞങ്ങൾക്ക് രാത്രി നിങ്ങളുടെ രാത്രി പകലല്ലേ, പകലിന്റെ നാമം പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞു ഞങ്ങൾ രാത്രി എഴുതിച്ചോളാം.